നമ്മൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ഇന്ന് ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആണ്, അതോടൊപ്പം തന്നെ ചെറിയൊരു ട്രാവലിംഗുമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമലക്കണ്ടമാണ്. മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ മറ്റൊരു സ്ഥലമാണ് മാമലക്കണ്ടം. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒരു ട്രാവലിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ഇതാറും കാണാം, നമ്മുടെ വണ്ടി എൻടോർക്ക്. അപ്പോൾ എൻടോർക്കിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഈ വണ്ടി ഞാനിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 2 മാസമായി. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ എന്നുള്ള രീതിയിലും നമുക്ക് പറയാം. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടി അതിൻ്റെ ഒരു എടുത്തു പറയാത്തൊരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ TVS വളരെ നല്ലൊരു ഡിസൈനാണ് വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒറ്റ കൊണ്ടു നമ്മളിപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് TVSൻ്റെ എൻടോർക്ക് റേസ് എഡിഷൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതായത് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സവിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചില ഗ്രാഫിക് സംഭവങ്ങൾ ചിലത് വന്നിട്ടുണ്ട്. ഈ ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു സ്റ്റിക്കർ വർക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. RTFI എന്ന് പറഞ്ഞിട്ടൊരു എൻജിൻ ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിവിടെ ഒരു നമുക്ക് സ്മാർട്ട് കണക്ട് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു വളരെ എടുത്ത് പറയേണ്ട സവിശേഷതയാണ് ഡിജിറ്റൽ മീറ്റർ. നമുക്കത് ഓൺ ചെയ്ത് കാണിച്ചു തരാം, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു ആൻഡ്രോയിഡ് കണക്ടിവിറ്റി ഉള്ള ഒരു ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഫോണിലൊരു TVSൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്. അപ്പോൾ അതായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ എല്ലാം കാണാൻ പറ്റും, ഫ്യൂവൽ, അതുപോലെ തന്നെ ഹീറ്റ് ആവുന്നത്, അതുപോലെ തന്നെ സ്പീഡ്, ടൈം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഇതായിട്ട് ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് 2 ഇൻഡിക്കേറ്റേഴ്സ് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. BS6 വേർഷനാണത്. BS6 വേർഷനിൽ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. BS4 ഇല്ലാത്തൊരു സവിശേഷതയാണ് BS6 അത് TVS കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അത് വളരെ നല്ലൊരു TVSൻ്റെ ഒരു ലോഗോ കാണുന്നുണ്ട്. അത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നൊരു ഈ ഒരു TVSൻ്റെ ആ ഒരു T ഷേപ്പിലുള്ളൊരു DRL ഒരു ലാമ്പ് കണ്ടില്ലേ, വളരെ നല്ലതായിട്ടുണ്ട്. ഒരു ഓക്സ് ബീം പ്രൊജക്റ്റിൽ ഒരു ലാമ്പാണത്. അത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീല് സാധാരണ ഒരു സ്കൂട്ടറുകളുടെ പോലെയല്ല, ഒരു വലിപ്പമുള്ളൊരു വീലാണ്. ഒരു അലോയ് വീല് കൊടുത്തിട്ടുണ്ട്. നല്ല ടയർ സൈസൊക്കെ കൂടിയൊരു ടയർ സൈസാണ്. ഡിസ്ക് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു പെറ്റൽ ഡിസ്ക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു 125 എന്ന് പറഞ്ഞൊരു ഗ്രാഫിക് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർബൺ ഫൈബർ മോഡലിലുള്ളൊരു സ്റ്റിക്കർ, ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. കണ്ടില്ല, വളരെ നല്ലൊരു ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ ഒരു പിന്നെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് എൻടോർക്കിൻ്റെ ഏറ്റവും സവിശേഷത എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന എൻടോർക്കിന് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു എക്സോസ്റ്റാണ്. എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് വളരെ രസകരമാണത്. ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം ഈ വീഡിയോയിൽ. പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുറകിലത്തെ ഡിസൈൻ വളരെ ഒരു മോഡേൺ ഡിസൈൻ, നല്ലൊരു ഫ്രീക്ക് ഡിസൈൻ തന്നെ നമുക്ക് പറയാം. അതിൻ്റെ ആ ഒരു ബാക്കിലത്തെ ആ ഒരു T ഷേപ്പിലുള്ള ഒരു ലൈറ്റ്, അതൊക്കെ വളരെ എടുത്തു പറയേണ്ട. പിന്നെ ടയർ സൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയർ സൈസ് വളരെ നല്ലൊരു വലിപ്പമുള്ളൊരു ടയർ സൈസാണ് ഉള്ളത്. പിന്നെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോർക്കിൻ്റെ ഇവിടെ ഒരു സീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കുഷ്യൻസാണ്. അതുപോലെ നമുക്ക് ലോങ് യാത്രകൾക്കൊക്കെ പോകുമ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. നല്ല കുഷ്യൻ സീറ്റാണ്. നമുക്ക് അങ്ങനെ അധികം ശരീരവേദന എടുക്കാത്ത രീതിയിലുള്ള നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഈ എൻടോർക്കിൻ്റെ ഈ ഒരു എഴുതിയിരിക്കുന്ന ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പിലുള്ളൊരു ലോഗോ ഭയങ്കര ഭംഗിയുള്ള ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സംശയം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഹുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കിയിടാനും മറ്റും പറ്റുന്നതാണ്. പിന്നെ ഒരു സവിശേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൽ ക്യാപ്പ് വരുന്നത് ഔട്ട് സൈഡാണ്. സാധാരണ സ്കൂട്ടർ പോലെ സീറ്റിൻ്റെ അകത്തല്ല, പുറത്താണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കീ നമുക്ക് ഇവിടെ ഇടാം. അത് റൈറ്റിലോട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബൂട്ട് തുറക്കാം. ബൂട്ട് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ നല്ലൊരു സ്പേസ് ഉണ്ട്. ഒരു കമ്പനി പറയുന്നത് 22 ലിറ്റർ ബൂട്ട് സ്പേസാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രാത്രി നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റ്
അപ്പോൾ നമുക്ക് രാത്രി ഇരുട്ടത്തൊക്കെ നമുക്ക് ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കമ്പനി നമ്മുടെ സെൻസറുകൾ കാര്യങ്ങളൊക്കെ ബൈക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എഞ്ചിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്പെക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് അതൊരു പോർട്ട്, അത് ഒരു പോർട്ടാണത്, അതിൽ കുത്തിയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനാണ്. പിന്നെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പിന്നെ എൻടോർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ എൻജിൻ പവർ. വളരെ നല്ലൊരു പവറാണ് കമ്പനീൻ്റെ എൻജിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 125 cc എൻജിനാണ്. അതിൻ്റേതായിട്ടുള്ളൊരു നല്ലൊരു പവർ കമ്പനി ഇത് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഓടിച്ച് നോക്കുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യും. നല്ലൊരു പവർ, പെട്ടെന്ന് തന്നെ ഇനീഷ്യൽ പിക്കപ്പ്, നല്ലൊരു ഇനീഷ്യൽ പിക്കപ്പ് ഉണ്ട്. പെട്ടെന്ന് കയറും, നല്ല പുള്ളിങ് ഉണ്ട് വണ്ടി, പെട്ടെന്ന് കയറിപ്പോവും. അതൊക്കെ വളരെ നല്ലൊരു ഫീലാണ് തരുന്നത്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വണ്ടിയെ എടുത്ത് പറയാനുള്ള കാര്യം. പിന്നെ നിങ്ങൾ അത് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങളെ കേൾപ്പിക്കാം, ഒന്ന് കേട്ടോളൂ. ശരിക്കും ബൈക്കിൻ്റെ പോലെ ഒരു ഗാംഭീര്യമുള്ളൊരു സൗണ്ടാണ്. നമുക്കിനി വണ്ടിയുടെ എൻജിൻ പവർ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ മതി. ഓക്കെ, നമ്മളിപ്പോൾ എൻടോർക്ക് ഓടിച്ചിട്ടിരിക്കുകയാണ്. സ്ഥലം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, മാമലക്കണ്ടം ഫോറസ്റ്റാണ്. അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പോൾ TVSൻ്റെ ആ ഒരു എൻജിൻ്റെ പവർ ശരിക്കും എടുത്ത് ആ ഒരു ഇത് നമുക്ക് തുറന്ന് കാട്ടാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയയിൽ. ഫോറസ്റ്റിൽ ആ ഒരു എൻജിൻ്റെ വളരെ നമ്മളിപ്പോൾ മാമലക്കണ്ടം ഫോറസ്റ്റ് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. വരുമ്പോൾ ത്രോട്ടിലോടിക്കുകയാണ് കണ്ടോ, ത്രോട്ടിൽ പെട്ടെന്ന് കയറി പോകണം കേട്ടോ, പെട്ടെന്ന് കയറി പോകണം കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട് നല്ല പുള്ളിങ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ് ഓടിക്കാനുണ്ട്, അടിപൊളി. നമ്മളിപ്പോൾ മാമലക്കണ്ടം ഫോറസ്റ്റിലേക്ക് കയറി പോകുന്നൊരു വഴിയാണ്. നമ്മൾ കോതമംഗലത്ത് നിന്ന് ഏരിയമംഗലം വഴി വന്നിട്ട് മാമലക്കണ്ടത്തേക്ക് പോകുന്ന ഒരു കയറ്റമാണത്. കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തനായിട്ടുള്ള കയറ്റമാണ്. അത് ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞങ്ങൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ആൾക്കാരാണ്. വണ്ടി പെട്ടെന്ന് വലിയോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ വണ്ടി സുഖമായിട്ട്, നമ്മൾ അത്ഭുതപ്പെട്ടു പോയി, സുഖമായിട്ട് വണ്ടി കയറിപ്പോയി. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി യൂസാണ് വണ്ടി. ഡെയിലി ഒരു 10-70 കിലോമീറ്റർ ഡെയിലി ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും ഡെയിലി യാത്രയ്ക്ക് എനിക്ക് ഒട്ടും മടുപ്പുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു യാത്രയാണ് എനിക്കുള്ളത്. ഡെയിലി ജോലി സ്ഥലത്ത് പോകാൻ വരിക, നല്ലൊരു യാത്രയാണ്. അതുപോലെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 40 കിലോമീറ്റർ മുകളിൽ മൈലേജിന് കിട്ടുന്നുണ്ട്. അത് സ്കൂട്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, മൈലേജാണ്, നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആണ് അക്കാര്യത്തിൽ. പിന്നെ വണ്ടിയുടെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിത് 99,600 വന്നു. 1,00,000 രൂപ, ജസ്റ്റ് 1,00,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് വണ്ടിയുടെ പ്രൈസ്. പിന്നെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട്, സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ വേരിയേഷനിൽ പുതിയ ഒരു വേറൊരു ടൈപ്പ് ഗ്രാഫിക് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉള്ള ഒരു കളർ വേരിയേഷൻ വേറെ വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് മോഡൽ. അതിന് 1,00,000 സംതിങ് ആവുന്നുണ്ട്, 1,10,000 റേഞ്ചിൽ വരുന്നുണ്ട്.